സ്വലാ എന്ന പദത്തിന്റെ അർത്ഥം പ്രാർത്ഥന എന്നാണ്. ദുആ എന്നാണ് സ്വലാത്ത് എന്നതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ 5 നേരം നിസ്കരിക്കാറുണ്ട് ദുആർക്കാന്നാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ നമ്മൾ നടത്തുന്നുണ്ട്. ഏതാണ് ആ ദുആ? റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ നബിയെയും ഹാജറ ബീവിയെയും മക്കത്ത് കൊണ്ടുപോയാക്കാൻ ആക്കിയതിന്റെ കാരണം പറഞ്ഞു എന്തറിയോ? ലിയുഖീമുസ് സ്വലാ, അവർ നിസ്കാരം നിലനിർത്താനെന്നാണ്. നിസ്കാരം അത്രമേൽ പ്രധാനപ്പെട്ട സംഗതിയാണ്. ആ നിസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്നത് ദുആ. എന്താണ് ദുആ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങളെ നീ നേരായ വഴിക്ക് നയിക്കണമേ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഖൽബിനെ ചാഞ്ചാട്ടല്ലാതെ പിടിച്ചു നിർത്തണേ അല്ലാഹ് എന്നാണ്. ഖലബ, ഖൽബിന്റെ സ്ഥിതി അങ്ങനെയാണ്. ഖൽബ് ഹൃദയം എന്ന് നമ്മൾ പറയാറുണ്ട്. അറബിയിൽ അതിന് ഖൽബ് എന്നാ പറയാ. ഖലബ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മറിയാന്നാണ്. ഖലബ മറിഞ്ഞു തിരിയ എന്നാണ്. തിരിഞ്ഞു മറിയ, അങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കും. ഖലബ അതല്ലേ ഇൻഖിലാബ്. നിങ്ങൾ കേട്ടില്ലേ? നിങ്ങളുടെ നാട്ടിൽ കണ്ണൂരൊക്കെ എപ്പോഴും കേൾക്കണല്ലോ ഇൻഖിലാബ്. നമ്മളെ നാട്ടിൽ കുറവാ. ഇൻഖിലാബ് സിന്ദാബ്, ഇൻഖിലാബ് എന്നല്ലേ ഇൻഖിലാബ്. അറബിയിൽ അങ്ങനെ പറയാ. ഇൻഖിലാബ് സിന്ദാബാദ്, മാറ്റം വരട്ടെ എന്നാണ്. ഖലബ എന്ന് പറഞ്ഞാൽ മറിഞ്ഞു എന്നാണ്. മുഹമ്മദ് ഇന്ന് രാവിലെ ഒരു കാര്യത്തിൽ നിങ്ങൾ ചിന്തിച്ചതുപോലെ തന്നെയാണോ ഇപ്പൊ ചിന്തിക്കണേ? നിങ്ങൾ മിണ്ടുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും എന്നറിയില്ല. ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ വീടെടുത്തത് ശരിയായില്ല, അന്ന് ഞാൻ ചിന്തിച്ചത് തെറ്റായി പോയി. വേറെ ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ ആ 2ാമത്തെ പുതിയ ആപ്പിൾ എടുത്തത് ശരിയായില്ല, എടുത്തപ്പോൾ മൂപ്പർക്ക് തോന്നി അതാണ് ശരിയെന്നാ, പിന്നെ തോന്നുന്നത് ശരിയല്ല. ഖലബ, അതാണ് ഖൽബിന്റെ സ്വഭാവം. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഹിദായത്ത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അല്ലാഹുവിനെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അങ്ങനൊരു സമയപ്പം തട്ടം ധരിക്കരുത്, തട്ടമിടാൻ പാടില്ല, അങ്ങനൊരു പ്രഖ്യാപനം വന്നപ്പോഴേ നമ്മളെ ചില കുട്ടികൾ എന്നെ ചോദിക്കാൻ, എന്താ തട്ടിട്ടില്ലെങ്കിൽ ഇപ്പം എന്താ പ്രശ്നം? ഖലബ, അതുവരെ മനസ്സിൽ വരാത്തൊരു ചിന്ത അപ്പൊ വരികയാണ്. അതാ പറയുന്നതിനോട് യോജിച്ചു വരാൻ ഖൽബാണ്. ഖലബ, ഖൽബ് ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കും. അല്ലേ? ഇന്നലെ അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ വയലു കഴിഞ്ഞു വന്നതിന് ശേഷം ഒരു 12 മണിക്ക് എൻ്റെ അടുത്തൊരു കുടുംബം വന്നിട്ടുണ്ട്. എന്താ പ്രശ്നം? നല്ല മോനാ, തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്ന പൊന്നുമോനായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പെണ്ണുമായി പ്രേമത്തിലാണ്. അല്ലാഹു തആല ഹിദായത്ത് എങ്ങനെ എടുത്തു കളയെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് 5 നേരവും അല്ലാഹുവിനോട് ദുആ ചെയ്യും. ഖൽബ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പെട്ടെന്ന്. അല്ലേ? രാവിലെ ഭാര്യനോടില്ല മൈനാജി, രാവിലെ ഭാര്യനോട് ഭയങ്കര സ്നേഹമാണെങ്കിൽ വൈകുന്നേരം ഒരു ചെറിയ കുശുമ്പ്. ഖൽബ് അങ്ങനെയാണ്. ഖലബ, ഇതിങ്ങനെ മാറും. രാവിലെ തോന്നും ആ സ്ഥലം വിറ്റാ തിരക്കിടില്ല, വൈകുന്നേരം തോന്നും ഇപ്പൊ വിൽക്കേണ്ട, എയർപോർട്ട് വികസനം വരികയാണ്, ഇനിയും നമ്മളെ നാട്ടിൽ ചിലപ്പോൾ ഹജ്ജ് ടെർമിനലൊക്കെ വരാൻ സാധ്യതയുണ്ട്, പിന്നെ കൊടുക്കണം. ഖൽബ് അങ്ങനെ. അതുകൊണ്ടാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ഖൽബിനെ നീ ഉറപ്പിച്ചു നിർത്തി തരണേ എന്ന് ദുആ ചെയ്യുന്ന നിസ്കാരം ദുആയാണ്. നിസ്കാരം ദുആയാ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അദ്ദുആഉ മുഖുൽ ഇബാദ, ഇബാദത്തുകളുടെ ബ്രെയിനാണ് ദുആ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബാദത്തുകളുടെ തലച്ചോറാണ്. ഒരു മനുഷ്യ ശരീരത്തിൽ ബ്രെയിൻ എത്രമാത്രം പ്രാധാന്യമേറിയതാണോ അതേപോലെ പ്രാധാന്യമേറിയതാണ് ഇബാദത്തുകളിൽ പ്രാർത്ഥന എന്നത്. നിസ്കാരം അതാണ്, നിസ്കാരം ദുആയാണ്, പ്രാർത്ഥനയാണ്. അതേപോലെ ഹജ്ജ് ദുആയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയിൽ നിൽക്കലാണ്. എന്താ അറഫയിൽ പണി? ദ്വാരക്ക.
അറഫയിൽ ചൊല്ലൽ നിർബന്ധമുള്ള ഒന്നുമില്ലല്ലോ, ദുആ തന്നെ. പുണ്യനബി തങ്ങൾ പറഞ്ഞത് അറഫയിൽ വെച്ചൊരാൾ എന്തു കാര്യത്തിന് ദുആ ചെയ്താലും അതിനല്ലാഹു ഉത്തരം കൊടുത്തിട്ടില്ല എന്ന് വിശ്വസിക്കലാണ് ഏറ്റവും വലിയ തെറ്റെന്ന്. ഹജ്ജ് ദുആയാണ്. ഹജ്ജിൽ നമ്മൾ ചൊല്ലണ എല്ലാ സ്ഥലത്തിന്റെയും പ്രത്യേകത എന്താ പറഞ്ഞ്? ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലം എന്നാണ് അല്ലേ? ഹജ്ജൽ വസ്തു ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലം, സംസം കിണർ ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലം, റുക്നുൽ യമാനി ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലം, തവാഫ് ദുആക്ക് ഉത്തരമുള്ള സമയം, സഫാ ദുആക്ക് ഉത്തരമുള്ള സ്ഥലം, മർവ ദുആക്ക് ഉത്തരമുള്ള സ്ഥലം, സഈ ദുആക്ക് ഉത്തരമുള്ള സമയം, മിന ദുആക്ക് ഉത്തരമുള്ള സ്ഥലം, ജംറത്തുൽ ഊലയും മുസ്തയും ദുആക്ക്. ഹജ്ജിൽ നമ്മൾ എവിടൊക്കെ പോകണോ അവിടൊക്കെ പറഞ്ഞ ദുആക്ക് ഉത്തരമുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ദ്വാരനൂളി ദുആ ചെയ്തോളൂ. ഇബാദത്തുകാരുടെ മുഖാണ്, ഇബാദത്തുകാരുടെ ബ്രെയിനാണ് ദുആ എന്ന് നബിയുനാ റസൂലുള്ളാഹ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം അങ്ങനെ. മശ്അറുൽ ഹറാം, മുസ്ദലിഫ ദുആക്ക് ഉത്തരമുള്ള സ്ഥലമാണ്. ഒക്കെ എങ്ങനെയാ? ഇപ്പൊ ഹജ്ജ് പ്രധാനമായും ദുആ തന്നെയാ. നിസ്കാരം ദുആയാ, റമളാനും ദുആ തന്നെയാണ്. റമളാനും ദുആ. ഞാൻ എന്തിനാ പറഞ്ഞത്? വളരെ സാന്ദർഭികമായ ഒരു പരിപാടി ഞങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചത്. വളരെ സാന്ദർഭികം എന്ന് പറഞ്ഞാൽ ദുആ ചെയ്തുകൊണ്ട് റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുകയാ. റമളാൻ മുഴുവനും ദുആ തന്നെ. ജീവിതത്തിൽ ദുആ ഉണ്ടാവണം, എപ്പോഴും ഉണ്ടാവണം, എല്ലാ സമയത്തും ഉണ്ടാകണോ ദുആ, അല്ലാഹുവിനോടുള്ള പ്രാർത്ഥന. فإنه لن يهلك مع الدعاء أحد. ഒരാൾ ദുആ ജീവിതത്തിൽ ദുആ കൊണ്ട് നടന്നാൽ പരാജയപ്പെടൂല എന്ന് ആരാ പറയുന്നത്? നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ലൈസ ശൈഉൻ അക്റമ അലല്ലാഹി മിനദ് ദുആ. ദുആയേക്കാൾ അല്ലാഹുവിന് ഇഷ്ടമുള്ള വേറെ ഒന്നും ഇല്ലേ ഇല്ല. കേൾക്കണേ, ദുആയേക്കാൾ അല്ലാഹുവിന് ഇഷ്ടമുള്ള ഒന്നും ഇല്ലേ ഇല്ല. ദ്വാരക്കാരന് റബ്ബിന് ഭയങ്കര ഇഷ്ടമാണ്. ദ്വാരക്കാരന് അള്ളാഹിനോട് ചോദിക്കുക. ഒരടിമ ആവശ്യമുള്ളതൊക്കെ റബ്ബിനോട് ചോദിക്കുക. അടിമകൾക്ക് ഏറ്റവും വെറുപ്പുള്ള സാധനം എന്ത്? ചോദിക്കുക എന്നുള്ളത്. ഒരാൾ വന്നിട്ട് ഒരു 50,000 റുപ്യ എന്ന് പറഞ്ഞാൽ ഒരു വട്ടമൊക്കെ എടുത്തു കൊടുക്കും. പിറ്റേന്നും അയാൾ വന്നിട്ട് വേറെ 50,000 കൂടി തരുമെന്ന് പറഞ്ഞാൽ ഇയാളെ കണ്ണുമുറുക്കൊന്ന് പാടും. പിറ്റേന്ന് ഇയാൾ വന്നിട്ട് ഒരു 50,000 തരുമെന്ന് പറഞ്ഞാൽ ഇയാളിങ്ങനെ അവിടെയും വേണ്ടിയും ചൊറിഞ്ഞിട്ടും എല്ലാം അങ്ക് എന്നു തന്നെയാണ് പണിയെന്ന് വയ്ക്കും. നാലാമത്തെ സാൽ വരുന്ന കണ്ടാൽ തന്നെ കുട്ടികളോട് പറയും, വാതിലാണ് അടിച്ചാൽ അയാൾ പുറത്താക്കിയാൽ. മനുഷ്യന് വെറുപ്പാ ചോദിക്കണം. അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടം. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരോട് റബ്ബിന് വലിയ ഇഷ്ടമാണ്. അള്ളാഹ് എന്നെ പറഞ്ഞാൽ തരാം, എന്ത് നിങ്ങൾക്ക് വേണോലും ചോദിച്ചോളൂ, ഞാൻ തരുന്ന. നിങ്ങൾ എന്തിനോട് ചോദിച്ചാലും ഞാൻ തരാം, എന്തെന്നോട് ചോദിച്ചാലും ഞാൻ തരുമെന്ന് അള്ളാഹു. പക്ഷെ എങ്ങനെ ചോദിക്കണം എന്നല്ലേ? ചോദിക്കണമാതിരി ചോദിക്കണം. നമ്മളൊക്കെ ചോദിക്കാനുണ്ട കൊടുക്കാനല്ല തോന്നുക, എന്നാലും പൊട്ടിച്ചുകൊടുക്കാനാ തോന്നുക. പള്ളിയിലൊക്കെ ഇരുന്നിട്ട് നിസ്കാരത്തിന് ശേഷം ദ്വാരകമ്പം കണ്ടില്ലേ, ചുമരിങ്ങനെ ചാരി ആമീൻ ആമീൻ. ആര് കൊടുക്കാനാ? ഞാൻ ചോദിക്കട്ടെ, നമ്മളെ വീട്ടിലൊരാൾ വന്നിട്ട് നമ്മളൊരു 50,000 ചോദിക്കുക, നമ്മളെ മുഖത്തൊന്നും നോക്കാതെ അയാൾ ഒരു 50,000 തരുമോ? കിട്ടിയാർക്കിടില്ല. അല്ല, അയാൾ ഇങ്ങനെ വന്നിട്ട് മൊബൈലിൽ ഇങ്ങനെ കളിച്ചിട്ട് ഒരു 50,000 തരുമോ? എനിക്ക് എന്നെ ആവശ്യം ഉണ്ടായെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെന്താ പറയാ? ഇയാളെന്താ ഒരു മര്യാദ ഇല്ലാത്ത മനുഷ്യൻ എന്നല്ലേ ചോദിക്കുക. സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാം, ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്ത് കൈ പൊക്കി 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 തോളിൽ ഉണ്ടായിരുന്ന പുതപ്പ് താഴേക്ക് വീണു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ ആ പുതപ്പ് അല്ലാഹുവിന്റെ ഹബീബിന്റെ തോളിൽ എടുത്തു വെച്ചിട്ട് ഞാൻ റസൂലുള്ളാഹിനോട് പറഞ്ഞു, മദി നബിയേ, അല്ലാഹു അങ്ങയെ പാഴാക്കൂല യാ റസൂലല്ലാഹ്. ഇന്ന് ദുആ ഇല്ലല്ലോ.
ദുആ ഉണ്ടോ? പഴയ കാലത്തൊക്കെ പെണ്ണുങ്ങന്മാര് ഗർഭിണികളായാൽ അല്ലെങ്കിൽ ഒരു ദ്വാരക്കും ഗർഭിണികളായ കാര്യമായിട്ട് ദ്വാരക്കലാണ്. ഇന്ന് ഗർഭിണികളായ കാര്യമായിട്ട് വാട്സപ്പ് കളിക്കലാണ്. അന്ന് പ്രാര്യമായും ദുആ ചെയ്യല. അതാണ് മജ്ലിസുന്നൂർ. മജ്ലിസുന്നൂർ എന്ന് പറഞ്ഞാൽ എന്താ? ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരിങ്ങളെ ബർക്കത്തിനാൽ അമൈക്കണം യാ റബ്ബനാ. അതിൽ വരാത്തൊന്നുമില്ല. എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും. ഗർഭിണിയൊരു പെണ്ണിങ്ങനെ ചെല്ലുക. അപ്പോൾ അവളെ മനസ്സിൽ വന്നത് കഴിഞ്ഞ ആഴ്ച കുടുംബത്തിൽപ്പെട്ട ഗർഭിണിയായ പെണ്ണിനെ 7 മാസം തലശ്ശേരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയത്. കുട്ടി ഗർഭപാത്രത്തിൽ വെച്ച് ജീവൻ നഷ്ടപ്പെട്ടു പോയി, മരിച്ചു പോയിട്ടുണ്ട് എന്നാ ഡോക്ടർമാർ പറഞ്ഞത്. ഓപ്പറേഷൻ ചെയ്ത കുട്ടിയെടുത്തത്. എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരിങ്ങളെ ബർക്കത്തിനാൽ അമൈക്കണം യാ റബ്ബനാ. ദുആയാണ്. ഗൾഫിക്ക് പോണ സമയത്ത് ചൊല്ലും എന്താ? ഫ്ലൈറ്റ് അപകടത്തിൽ പെട്ടുപോകാതിരിക്കാൻ, യാത്രയിൽ അപകടങ്ങളില്ലാതിരിക്കാൻ ഒക്കെ ഇതിൽ പെട്ടിട്ടുണ്ട്. ദുആ, അല്ലാഹുവിനോടാകമഴിഞ്ഞുള്ള പ്രാർത്ഥന അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. അല്ലാഹു തആല കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചു തരും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പുണ്യ നബിയിലൂടെ ഒരുപാട് സംഭവം പഠിപ്പിച്ചിട്ടുണ്ട്. എത്രയോ പെണ്ണുങ്ങൾ വന്നിട്ട് ഇപ്പൊ ചോദിക്കലുണ്ട്, ഉസ്താദേ പിന്നെ ഗർഭിണിയാവൂല എന്നാ ഡോക്ടർ പറഞ്ഞത്. ഗർഭിണിയാവൂല എന്നാ ഡോക്ടർ പറഞ്ഞത്. ഇനി ഗർഭിണിയാകണമെങ്കിൽ ബീജമെടുത്ത് അണ്ടവുമായി സങ്കലിപ്പിച്ച് ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കണം എന്ന്. ആരുടെ അണ്ടോ, ആരുടെ ബീജം, ആരുടെ ബീജാന്ന് അറിയില്ല. ഹറാമങ്ങളെ അന്യപുരുഷൻ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ മക്കളില്ലാത്ത 3 ചരിത്രം അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. 3 കുടുംബത്തിന് ഞാൻ മക്കളെ കൊടുത്തു എന്നല്ല പറഞ്ഞത്, ദ്വാരന്നപ്പോ കൊടുത്തു എന്നാണ്. നമ്മൾ ഒരിക്കലെങ്കിലും പടച്ചവനോട് കയ്യുചി ചോദിച്ചു നോക്കണ്ടേ? റഹ്മുർ-റഹീമീനായ റബ്ബിനോട് കൈപൊക്കിയിട്ട് ചോദിച്ചെങ്കിലല്ലേ. 3 ചരിത്ര സംഭവങ്ങൾ അല്ലാഹു പറഞ്ഞപ്പോൾ 3ഉം അല്ലാഹു പറഞ്ഞത് ദുആ ചെയ്തപ്പോൾ ഞാൻ കൊടുത്തുവെന്നാണ്. അങ്ങനെ അല്ലാഹു പറഞ്ഞത്. ഹന്നത്ത് ബീവിന്റെ സംഭവം പറയണ്ട, ഇബ്രാഹിം നബിന്റെ സംഭവം പറയും. ഇബ്രാഹിം നബിക്ക് കുട്ടികളുണ്ടായത് 86-ാമത്തെ വയസ്സിൽ. എത്ര മൊമലജി? 86-ാമത്തെ വയസ്സിൽ ഇബ്രാഹിം നബിക്ക് കുട്ടികളുണ്ടായത്. ഇതൊന്നും മൗലിയമാരെ പറ്റിക്കാൻ പറഞ്ഞല്ലേ. 86-ാമത്തെ വയസ്സിൽ. ഞാനും ഈ ചരിത്രമൊക്കെ വായിച്ചു പോയെങ്കിലും 60 കഴിഞ്ഞാലും ഇവന് കുട്ടികളുണ്ടാവില്ല എന്നാ ഞാൻ വിചാരിച്ചത്. നല്ല കാര്യം പറയാലോ അല്ലേ. അതിന് വിരുദ്ധനായ ഒരാളുണ്ട് തോന്നല്ലേ നമ്മുടെ നാട്ടിൽ പെടുത്ത് മരിച്ചു. ആവട്ടിക്ക അല്ലേ? ആവട്ടിക്കാക്ക് 60 കഴിഞ്ഞിട്ട് മക്കളുണ്ടായിട്ടില്ലേ? നിങ്ങൾക്ക് അറിയില്ലേ? ആവട്ടിക്ക. ഞാൻ അങ്ങനെ മനസ്സിലാക്കിയത്. ഇതൊക്കെ വായിച്ചെങ്കിലും ചരിത്രമൊക്കെ. പക്ഷേ ഫറൂഖിനടുത്ത് കരുവന്തുരുത്തിയിൽ ഒരിക്കൽ വയതിന് പോയപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയൊരു വീടുണ്ട്. ആ വീട്ടിലെ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കൊരു അത്ഭുതം കേൾക്കണം ഉസ്താദ് എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താ? എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഉപ്പയുടെ 76-ാമത്തെ വയസ്സിലാണ് ഞാൻ 1-ാമത്തെ മകനായി ജനിച്ചത്. വാപ്പന്റെ 76-ാമത്തെ വയസ്സ്. അതൊരു വേപ്പ കുട്ടികളുണ്ടായില്ല. 76-ാമത്തെ വയസ്സിലാണ് ഞാൻ കുട്ടിയായിട്ട് ജനിച്ചത്. 80 ആ കുട്ടി ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ പോരാണെങ്കിൽ അങ്ങോട്ടുള്ള ചെലവ് ഞാൻ എടുത്തോളാം, അങ്ങോട്ടുള്ള അങ്ങോട്ട് എടുക്കേണ്ടി വരും. 80-ാമത്തെ വയസ്സിൽ ഇയാൾ പറയാൻ എനിക്കൊരു പെങ്ങളും ഉണ്ടായി. 78-ാമത്തെ വയസ്സിൽ ഉപ്പാക്ക് ഒരു മകൾ ജനിച്ചു, എന്റെ പെങ്ങളായി. 80-ാമത്തെ വയസ്സിൽ വാപ്പ മരിച്ചുപോയി. 80-ാമത്തെ വയസ്സിൽ നിങ്ങൾ എന്നോട് ഉറപ്പിച്ചു ചോദിച്ചാൽ ഞാൻ തരും. ധൃതിപ്പെടരുത്. ചില ആൾക്കാർക്ക് ഭയങ്കര ധൃതിയാണ്. ധൃതി എന്ന് പറഞ്ഞാൽ എന്നാട് ചോദിച്ചാൽ നാളെ തന്നെ കിട്ടണം. ധൃതി പാടില്ല.
അൽഅജലതു മിനശ് ശൈത്താൻ, ധൃതി പൈശാചികമാണ്. അങ്ങനല്ലേ അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകൾക്ക് റബ്ബ് ഉത്തരം കൊടുക്കാൻ ഭിന്ദിപ്പിക്കുന്ന. എൻ്റെ നാട്ടിലെ ഗബീറാജി മൂപ്പര് പാണക്കാട് ഐതലി തങ്ങളെ വീട്ടിൽ ചെന്ന ഐതലി തങ്ങൾ ഒരാൾ ഇരിക്കുന്നു. മൂപ്പര് വലിയ ക്ലോസാണ്. അപ്പം വേം വന്ന ആൾക്കാരുണ്ടോ തിരക്ക്, ഓലൊക്കെ വിട്ടിട്ട് മറ്റോ അവിടെ ഇങ്ങനെ കുത്തിരിക്കന്നെ, ഞങ്ങളവിടെ ഇരിക്കുക. സ്നേഹമുള്ള ആളുകളെ നമ്മൾ അങ്ങനെയല്ലേ, അല്ലാഹു തആല അവരുടെ സ്നേഹത്തിന്റെ ആഴം എത്രയുണ്ട് എന്ന് പരിശോധിക്കുന്നതാണ്. അങ്ങനെയാണ്. ഗർഭപാത്രം നിറയെ മുഴ എന്ന് പറഞ്ഞു വന്ന ഒരു പെണ്ണുണ്ടായിരുന്നു തളിപ്പറമ്പിലാണ്. ഡോക്ടർ പറഞ്ഞത് ഗർഭപാത്രം എടുത്തു കളയണമെന്ന്. 22 വയസ്സ്. ഗർഭപാത്രം എടുത്തു കളഞ്ഞാൽ, ഈ കാര്യമറിഞ്ഞാൽ ഭർത്താവെന്നെ ത്വലാഖു ചൊല്ലുമെന്നാണ് അവർ പറയുന്നത്. പിന്നെ കുട്ടികളുണ്ടാവില്ലല്ലോ, അല്ലെങ്കിൽ ഭർത്താവ് വേറെ കല്യാണം കഴിക്കും. രണ്ടും ഒരു പെണ്ണിന് പ്രയാസമല്ലേ? റബ്ബുൽ ആലമീനായ അല്ലാഹുവിനോട് ഇരുന്ന് ദുആ ചെയ്ത് അത്ഭുതം കേൾക്കണം. നിങ്ങൾക്ക് 40 ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് പോയി രണ്ടാമത് സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് മുഴയും അത്ഭുതകരമായി പൊട്ടിപ്പോയിട്ടുണ്ട്, ചുങ്ങിപ്പോയിട്ടുണ്ട്. ഡോക്ടർ തന്നെ പറയാൻ അത്ഭുതമാണ്. ദ്വാക്കതിന് കഴിയണം, ദ്വാക്ക് കഴിയും. പക്ഷെ എന്ത് വേണം? പറഞ്ഞിട്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പരിശുദ്ധമായ മക്കയിൽ വെച്ച് ചെയ്തൊരു ദുആ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. എന്താ ഖുർആൻ എടുത്തു പറഞ്ഞ? റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ ഫജഅൽ അഫ്ഇദതം മിനൻ നാസി തഹ്വി ഇലൈഹിം. ഇബ്രാഹിം നബിയുടെ ഒരു ദുആ ഖുർആൻ എടുത്തു പറയണം. ഇബ്രാഹിം നബി ഹാജറ ബീവിനെയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും മക്കത്ത് കൊണ്ടുപോയാക്കുമ്പോൾ ഈ 3 ആൾക്കാരല്ലാതെ നാലാമത്തെ ഒരാൾ അവിടെ ഇല്ല. നാലാമതൊരാൾ ഇല്ല എന്ന് മാത്രവുമല്ല, ഒരു പറവ പോലും മക്കയിലേക്ക് വരാറില്ല. പാറക്കെട്ടുകൾ നിറഞ്ഞ മലകൾക്കിടയിൽ ഹാജറ ബീവിയെയും പൊന്നുമോനെയും അമ്മിഞ്ഞ പാൽ മോന്തി കുടിക്കുന്ന പൊന്നുമോനെയും വിട്ടേച്ചു പോരുമ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്തത് എന്താണെന്നറിയോ? കഅബക്ക് നേരെ തിരിഞ്ഞൊരൊറ്റ പ്രാർത്ഥനയാണ്. നമുക്ക് എന്തേലും വിഷമം വന്നാ നമ്മൾ പോയിട്ട് വേറെ ഏതോ സ്ഥലത്തേക്ക് ദുആ. അല്ലാഹുവിനെ, അതാണ് വിശ്വാസിയുടെ ഏറ്റവും വലിയ അടയാളത. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പതറിയില്ല. എല്ലാം സാധിപ്പിച്ചു തരാൻ കഴിയുന്നവരല്ലേ എൻ്റെ റബ്ബ്. ഒരൊറ്റ പ്രാർത്ഥന. റബ്ബന. എന്താ കാരണം? മക്കത്ത് ഒരു പുൽക്കൊടി പോലും മുളക്കൂല. മക്കത്ത് പോയ ആളുകൾക്കറിയാം, മുഴുവൻ പാറയാണ്. ഇപ്പൊ ഒരുപാട് മലയും പൊളിച്ചു പോയതാണ്. ഒരു പുൽക്കൊടി പോലും മുളക്കാത്ത പാറക്കെട്ടുകൾ, ഒരിറ്റ് വെള്ളം പോലും ഇല്ല അവിടെ. അവിടെയാണ് ഹാജറ ബീവിയും മകനെയും കൊണ്ടയക്കണത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കയ്യിൽ ഏതാനും ചില ഈത്തപ്പഴം, കുറച്ച വെള്ളവും അത് കൊടുത്തു. തിരിച്ചു പോരാ. ഏത് മനുഷ്യനും ചിന്തിക്കൂല പഠിച്ചോനെ ഇത് കഴിഞ്ഞാൽ എന്താവും? ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മനസ്സും അങ്ങനെ ചിന്തിച്ചു. പക്ഷെ ഇബ്രാഹിം അലൈഹിസ്സലാം പതറിയില്ല. ഒരു പുൽക്കൊടി പോലും മുളക്കാത്ത ഈ മക്കയിൽ എന്റെ മക്കൾ എന്ത് തിന്നുമല്ല? ഒരിറ്റ് വെള്ളം പോലും ഇല്ലാത്ത ഈ പാറക്കെട്ടുകൾക്കിടയിൽ ദാഹം വന്നാൽ അവർ എന്ത് ചെയ്യുമല്ല? ഇബ്രാഹിം അലൈഹിസ്സലാം ചിന്തിച്ചു. എന്നിട്ട് ബേജാറാവുന്നില്ല. എന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം ആലോചിച്ചു, ഈ പാറക്കെട്ടുകളിലും എന്റെ കുട്ടിക്ക് വെള്ളം കൊടുക്കാൻ കഴിയുന്നവനാണല്ലോ റബ്ബ്. ഈ പാറക്കെട്ടുകൾക്കിടയിലും ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നവനാണല്ലോ എന്റെ റബ്ബ്. അതുകൊണ്ട് രാജാതിരാജനായ റബ്ബിലേക്ക് കയ്യങ്ങ് പൊക്കിയിട്ടൊരൊറ്റ പ്രാർത്ഥന. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം. ഒരു പുൽക്കൊടി പോലും മുളക്കാത്ത നിന്റെ പരിശുദ്ധമായ കഅബയുടെ മുറ്റത്ത് ഞാൻ എന്റെ പൊന്നുമോനെയും ഭാര്യയും വിട്ടേച്ചു പോവുകയാണ്. ഞാൻ എന്തിനാ അവരവരെ കൊണ്ടുവന്നാക്കിയത്? റബ്ബനാ ലിയുഖീമുസ് സ്വലാ. അവർ നിസ്കാരം നിലനിർത്താനാണ്.
സാറേ നിസ്കാരം പോയാലും തിരക്കടില്ല, എന്റെ കുട്ടി 4 ഇംഗ്ലീഷ് പഠിച്ചാ മതി എന്നല്ല, എന്റെ കുട്ടിക്ക് സയൻസിൽ നല്ല മാർക്കുണ്ടായാ മതി എന്നല്ല, എന്റെ കുട്ടിക്ക് SLCയിൽ എല്ലാത്തിലും A+ കിട്ടണമെന്നല്ല. റബ്ബനാ ലിയുഖീമുസ്സലാ, അവർ നിസ്കാരക്കാരാവാനാ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തിയാക്കി ഇവിടെ കൊണ്ടുവന്നാക്കിയത്. ഫജഅൽ അഫ്ഇദതം മിനന്നാസി തഹ്വി ഇലൈഹിം. അതുകൊണ്ട് റബ്ബേ എൻ്റെ കുട്ടിക്ക് ഞാൻ ആ കൊടുത്ത വെള്ളം കഴിഞ്ഞാൽ പിന്നെ വെള്ളം അവരുടെ കയ്യിലില്ല, ഭക്ഷണം അവരുടെ കയ്യിലില്ല. അതുകൊണ്ട് ജീവിതം അവർക്ക് ദുസ്സഹമാവും. പഠിച്ചോനെ ഏറ്റെടുക്കണം, നീ ഏറ്റെടുക്കണം അല്ലാഹുവേ. ഇവിടെ ഭക്ഷണം ഇവിടെ ഒന്നും മുളക്കില്ല, അതുകൊണ്ട് ആളുകളെ ഈ മണ്ണിലേക്ക് നീ അടുപ്പിച്ചു കൊടുക്കണം. അവരുടെ അടുത്തേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വന്നാൽ വിവിധ ഭാഗങ്ങളിലുള്ള ഭക്ഷണം അവർക്ക് ലഭിക്കുമല്ലോ. അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിനെ ഈ മണ്ണിലേക്ക് നീ ആഗ്രഹിപ്പിച്ചു കൊടുക്കണം. ഇബ്രാഹിം നബി ദ്വാരുന്ന അങ്ങനെ, ഇബ്രാഹിം നബി ദ്വാരുന്നിട്ട് മനസ്സമാധാനത്തോടെ തിരിച്ചുപോയി. നമ്മൾ ദ്വാരുന്ന നമുക്ക് തന്നെ ഉറപ്പില്ല ഇത് കിട്ടുമെന്ന്. ഞാൻ ദ്വാരുന്നതാണ്, ശരിയാവുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല എന്നാ പറയാം. അങ്ങനെ ദ്വാരുന്നിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഒരാൾ ദുആ ചെയ്യുമ്പോൾ യഖീനോടെ ദുആ ചെയ്യണം, ഉറപ്പിച്ചു ദ്വാരക്കണം, എൻ്റെ റബ്ബ് എനിക്ക് തരും. അങ്ങനെ ദ്വാരക്കേണ്ടത്. അങ്ങനെ ഇന്നത്തെ പെണ്ണുങ്ങളൊക്കെ സ്ഥിതി എന്താ അറിയും, പോയിട്ട് ഡോക്ടർ 3-4 മാസം സ്കാൻ ചെയ്തിട്ട് ചിലപ്പോൾ പറയാം ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് പറഞ്ഞാൽ പിന്നെ അവളെ മനസ്സിൽ ഓപ്പറേഷൻ 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 മരിക്കണ വരെ ഓപ്പറേഷൻ, പിന്നെ ഓപ്പറേഷൻ തന്നെ ആവുള്ളൂ. ഡോക്ടർ ആരത് പറയാൻ? എന്റെ ഗർഭപാത്രത്തിൽ ഈ കുട്ടിയെ തന്നത് എന്റെ റബ്ബല്ലേ, ഓൻ തീരുമാനിക്കുന്നു പറയാനല്ലേ ഈമാൻ പോലും നമ്മുടെ ഖൽബിലില്ലെങ്കിൽ പിന്നെ അള്ളാഹ് മാറിക്കും, പിന്നെ നമ്മൾ ഒറ്റക്ക് ഏറ്റെടുക്കേണ്ടി വരും. അതപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 1ാമത്തെ പ്രസവം ഓപ്പറേഷൻ ആയ പിന്നെ ഈ പെണ്ണുങ്ങളൊക്കെ പറയുന്നൊരു വർത്താനുണ്ട്, 2ാമത്തേത് എന്തായാലും ഞാൻ ഒരു പെണ്ണിങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ആ പെണ്ണിനോട് ചോദിച്ചു, നിങ്ങൾക്ക് അള്ളാഹ് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. അവനോട് ഉണ്ട്. ഞാൻ ചോദിച്ചു എന്താ വിശ്വാസം? അള്ള ഏകനാന്ന് മാത്രമുള്ളതാ വിശ്വാസം അല്ല, അള്ളാഹ് എല്ലാത്തിനും കഴിയും. ഞാൻ പറഞ്ഞു 1ാമത്തത് ഓപ്പറേഷനാ, 2ാമത്തെ ഓപ്പറേഷൻ ആരാ നിങ്ങളോട് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞാന്ന് പറഞ്ഞു. എന്നാ ഞാൻ പറഞ്ഞു മാറ്റി ചിന്തിക്കുന്നു, മാറ്റി ചിന്തിക്കുക. എന്റെ ഗർഭത്തിലുള്ള കുട്ടിയെ സൃഷ്ടിച്ച റബ്ബിന് ഓപ്പറേഷൻ ഇല്ലാതെ അത് കുട്ടിയെ ഭൂമിക്ക് കൊണ്ടുവരാൻ കഴിയും നിങ്ങൾ വിശ്വസിക്കേണ്ടത്. അന്ന് മുതൽ അങ്ങനെ അത് വരയ്ക്കുന്നു. അത്ഭുതം. 2 മാസം മുമ്പ് ആ കുടുംബം വിളിച്ചിട്ട് പറയാണ് സുഖമായി പ്രസവിച്ചു. ഡോക്ടർ 7-ാം തീയതി ഡേറ്റ് പറഞ്ഞ് 5-ാം തീയതി എന്നെ പ്രസവിച്ചു. 7-ാം തീയതി ഓപ്പറേഷൻ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞതാ. 5-ാം തീയതി വേദന വന്നുകൊണ്ട് ഞാൻ സുഖമായി പ്രസവിച്ചു, ഇല്ലേ ഓപ്പറേഷൻ നടക്കുകയെന്നോ. നമ്മക്കങ്ങനെ ഉറപ്പില്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം, ഒക്കെ പറയൂ ഖലീലുല്ലാഹി ഇബ്രാഹിം. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, ഒരു പെണ്ണിന് ഒരു കുട്ടിനെ വിജനമായ സ്ഥലത്ത് ആരുമില്ലാത്ത പാറക്കെട്ടിൻ്റെ ഉള്ളിലാക്കിയിട്ട് പടച്ചോനോട് ദ്വാരന്നിട്ട് അള്ളാനെ ഏൽപ്പിച്ചിട്ട് മൂപ്പര് സമാധാനത്തോടെ തിരിച്ചു നടക്കുകയാണ് ഇങ്ങോട്ട് ഫലസ്തീനിലേക്ക്. നമ്മളൊക്കെയാണ്, നിങ്ങൾ വിചാരിച്ചോളേ, ഒരു പെണ്ണിന് ഒരു ചെറിയ കുട്ടീനെ എയർപോർട്ടിൽ കൊണ്ടുപോയിട്ട് പോലെ ദുബായിക്ക് അയക്കാൻ തന്നെ വിചാരിച്ചോളി. നമ്മളൊക്കെ എന്താ പറയാ, അയാളൊരു കൽവിൻ്റെ ഉറപ്പേ, അയാളെന്ത് മനുഷ്യനാന്നൊക്കെ ചോദിക്കും. ഒന്നുമില്ല, നമ്മൾ ഞങ്ങനെ അയക്കേണ്ടി വന്നാൽ തന്നെ ഏതെങ്കിലും ഒരു യാത്രക്കാരന്റെ കൂടെ കൂട്ടിക്കെട്ടിയിട്ടാണല്ലോ വിടുക, അല്ലേ? ഏതെങ്കിലും ഒരു യാത്രക്കാരന്റെ കൂടെ കൂട്ടിക്കെട്ടിയിട്ടാ വിടുക. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തിരിച്ചു നടന്നു ഫലസ്തീനിലേക്ക്, ഒന്നും ചിന്തിച്ചില്ല. കയ്യിലുള്ള വെള്ളം കഴിഞ്ഞു, ഭക്ഷണം കഴിഞ്ഞു, കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. മകനെ ദാഹിക്കാൻ തുടങ്ങി. അതല്ലേ ഹജ്ജ് നമ്മൾ പഠിപ്പിക്കുന്ന ദുആയാണ്, നിസ്കാരം പഠിപ്പിക്കുന്ന ദുആയാണ്, റമളാൻ പഠിപ്പിക്കുന്നത് ദുആയാണ്. പക്ഷേ നമ്മളിട്ട് ദ്വാരന്നിട്ട് കിട്ടണില്ല. എന്താ കാരണം? ദ്വാരക്കണ്ട പോലെ ദ്വാരക്കാത്തോണ്ടാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പൊന്നുമോനാണ്. ദാഹിച്ചിട്ട് കരയാൻ, ഉമ്മാക്കത് കാണാൻ കഴിയുന്നില്ല. ഹാജറ ബീവി റളിയല്ലാഹു അൻഹ പൊന്നുമോന്റെ കരച്ചിൽ കണ്ടപ്പോൾ അങ്ങനെ ബേജാറായിട്ട് എന്താ ചെയ്യണ്ടേന്നുള്ള നിലക്കൊരു പെണ്ണിന്റെ പാച്ചിലുണ്ട്. എങ്ങട്ടാന്നൊന്നും അറിയില്ല ആ പാച്ചില്. ഓടി സഫന്റെ മുകളിൽ അപ്പുറത്തൂടെ ആരെങ്കിലും പോകണം, ആര് പോലാന്ന് ഉറപ്പ്. കാരണം മക്കയിലൂടെ ആരും യാത്രക്കാര് പോവാറില്ല. പക്ഷെ ആ പെണ്ണിന്റെ ബേജാറാണ്, ഒരുമ്മയുടെ ബേജാറാണ്. ഓടി
സഫയിൽ മറുഭാഗത്ത് ആരെയും കാണാതെ ഇരുന്നപ്പോൾ സഫ മർവയിലേക്ക് ഓടിക്കേറി മറുഭാഗത്ത് ആരെങ്കിലും പോകുന്നുണ്ടോ? ആരും കാണില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഉടനെ ബേജാറായ ഓട്ടം, 7 ഓട്ടം. ആ 7 ഓട്ടം ഇന്നും മക്കയിലെ ഹജ്ജിനും ഉംറക്കും പോണ ആളോട് ഓടാൻ പറയണ്. എന്തിനാ ഓടാൻ പറയണേ? ആ ഹാജറ ഓടിയിട്ട് ആ ബേജാറായ രംഗമോർത്തിട്ട് അവിടെ റബ്ബ് സഹായിച്ചതിനെ കുറിച്ച് ചിന്തിക്കാൻ റബ്ബിനോട് ചോദിച്ചപ്പോ അല്ലാഹു തആല കൊടുത്തു. എന്താ കൊടുത്തത്? പൊന്നുമോന്റെ കരച്ചിൽ അടങ്ങിയപ്പോ ഹാജറ അടുത്തുപോയി നോക്കുമ്പോ പൊന്നുമോഹൻ കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് വെള്ളം ഇങ്ങനെ ഉറവ് വരികയാണ്. വെള്ളം ഇങ്ങനെ ഉറവ് വരടെ പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന്. ഒരു കുട്ടിന്റെ കാലുകൊണ്ട് അടിച്ചാല് ഒരു ഇരുമ്പിന്റെ ഒലക്കൊണ്ട് കുത്തിയതാന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെങ്കിലും വിശ്വസിക്കാം അല്ലേ? ഇപ്പൊ അടുത്തൊരാൾ കിണർ കുഴിച്ചിട്ട് 9 കോല് താഴ്ന്ന് പാറ കണ്ടു. എന്നോട് പറഞ്ഞു വെള്ളം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി മറ്റേ എന്താ ഒരു സാധനമില്ലേ പാറ തുളക്കണം, എന്താ പറയാ ശ്രദ്ധിക്കാൻ? നിങ്ങൾക്ക് അതൊന്നും പരിചയമില്ലാന്ന് തോന്നുന്നു. കംപ്രഷർ അതെടുത്തിട്ട് മൂപ്പര് കുത്തി നോക്കി. അപ്പൊ ഒരു മീറ്ററോളം താന്നപ്പോ വെള്ളം തെറിച്ചു. ഇതൊരു കുട്ടിയുടെ വലിയ മനുഷ്യന്മാരെ കാലുകൊണ്ടാ ചവിട്ടിയെന്നൊക്കെ. ഒരു കുട്ടിയുടെ കാല് കൊണ്ടടിച്ചാൽ വെള്ളം വരും. പ്രാർത്ഥനയുടെ ശക്തിയാണ്. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാ ഫജഅൽ അഫ്ഇദതം മിനൻ നാസി തഹ്വി ഇലൈഹിം. ചോനെ ഇവരെ ഏറ്റെടുക്കണല്ല, ഞാൻ പോവാണ്. പണ്ടങ്ങനൊക്കെ വിദ്യാഭ്യാസത്തിനൊക്കെ മക്കളെ മദ്രസയിലൊക്കെ കൊണ്ടുപോയി ചേർക്കണമെന്നല്ലേ ഒരു ദ്വാക്ക നടത്തിയിട്ടാണല്ലോ കൊണ്ടുപോയാക്കുക. അങ്ങനല്ലേ പണ്ട് നമ്മൾ പറഞ്ഞ മൂല്യം ഒരു പൈസ ഉണ്ടാക്കാൻ ചെയ്ത ചില ചടങ്ങാണെന്ന്. എല്ലാ കുട്ടികളെ അങ്ങനല്ലേ ദ്വാ കൊണ്ട് ആരംഭിക്കുക. ആ കുട്ടികളെ ആ തലമുറയിലെ ആ ഒരു പ്രാർത്ഥനയുടെ നന്മയാണ് ആ തലമുറയിൽ നമ്മൾ കണ്ടത്. ഇന്നോ ആദ്യം ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊണ്ടുപോയി ചേർക്കും, എന്നിട്ട് അവിടെ നിന്ന് തന്നെ മദ്രസും പഠിച്ചാൽ പോരെ എന്നാ ചോദിക്കണേ. എന്നാ നമുക്ക് പണി കുറഞ്ഞല്ലോ, നമ്മളങ്ങനല്ലേ ചിന്തിക്കണേ. എന്നാ രാവിലെ 8 മണിക്ക് ഒറ്റടിക്കാണ് പറഞ്ഞേച്ചാൽ മതി, എന്നാ പിന്നെ നമുക്ക് പണിയില്ലല്ലോ എന്നാ പറയുന്നത്. ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് ഖുർആൻ പഠിച്ചാൽ എങ്ങനെ ഉണ്ടാവും വെച്ചാൽ തെങ്ങും തോട്ടത്തിൽ വായ വെച്ച മാതിരി ഉണ്ടാവും. തെങ്ങും തോട്ടത്തിൽ വായ വെച്ചാൽ എന്താവും മലേജി അതിന്റെ അവസ്ഥ? കൊല കിട്ടുന്നോ? കൊലൊന്നും ഉണ്ടാവില്ല. മണ്ടേക്ക് തേങ്ങി തീ ഓലമടലൊക്കെ വീണിട്ട് ഇതൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ടാവും. അബ്ബനെ ഓരോന്നിനും ഓരോ സംഗതി ഉണ്ട്. ഞാൻ പറഞ്ഞതറികള് മക്കളങ്ങളും നന്നായി റബ്ബിനെ ഏൽപ്പിച്ചൊരു സ്ഥലത്ത് കൊണ്ടുപോയിക്കണി ആര് പേപ്പിക്കാൻ പേച്ചാലും പേക്കൂല. അല്ലെങ്കിൽ പിന്നെ മറ്റോനെ ഓനിങ്ങനെ കൊണ്ടുപോയിട്ട് ഓനിങ്ങനെ പാൻറ്റിന്റെ പോക്കറ്റിൽ നിന്ന് എന്തോ എടുത്തിട്ടൊരു മൂലക്ക് ഇങ്ങനെ ആക്കിയിട്ട് അപ്പൊ ഇവന് ചെന്ന് നോക്കി, ഇവൻ ചെയ്ത് കുറച്ച് എനിക്ക് വരുമെന്ന് നോക്കും. ഇനി പടച്ച റബ്ബിനെ ഏൽപ്പിച്ചു കൊണ്ടുപോയി ആക്കിയോനാന്ന് വിചാരിച്ചോളൂ, ആര് പേപ്പിക്കാൻ ശ്രമിച്ചാലും പേക്കൂല. നമ്മൾ ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിക്കണം. നമ്മൾക്ക് അങ്ങനെ ഒരു സ്വഭാവമേ ഇല്ലാതെയായി പോയി. എല്ലാം നമ്മൾ ആരൊക്കെയോ ഏൽപ്പിക്കുകയാണ്. മഹാനായ ഇസ്മാഈൽ അലൈഹിസ്സലാം കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് വെള്ളം വന്നു. വെള്ളം കിട്ടി. ഹാജറ ബീവിക്ക് സമാധാനമായി. ഈ വെള്ളത്തിന്റെ പ്രത്യേകത എന്താ? വെള്ളം കുടിച്ചാൽ വിശപ്പ് ദാഹം മാത്രമല്ല, വിശപ്പും തീരുകയാണ്. അപ്പോഴാ മക്കയിലേക്ക് പക്ഷികൾ വന്നു തുടങ്ങി. വെള്ളമുള്ള സ്ഥലത്തേക്ക് പക്ഷികൾ വരും. മരുഭൂമിയിൽ പക്ഷികൾ വരുന്നത് കണ്ടപ്പോഴാണ് ആ ഭാഗത്തൂടെ യാത്ര പോകുന്ന ജുർഹും ഗോത്രത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവരെങ്ങനെ പറഞ്ഞു, അല്ലടാ മക്കത്ത് വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു, മക്കത്ത് പക്ഷികളെ കാണുന്നു. അപ്പൊ കൂടുതൽ ആൾക്കാർ പറഞ്ഞു, അങ്കണ്ട വലിയ പൊട്ടനാ മക്കത്തയുടെ വെള്ളം. അപ്പൊ വില പറഞ്ഞു, വെള്ളമില്ലാത്തടത്ത് പക്ഷികൾ വരൂല, പക്ഷികൾക്ക് പേക്കൂലല്ലേ വഴി വേക്കോ ഇല്ല. നമ്മൾ 10 വയ്ക്കുവായാലും. പിന്നെ ഞാനിപ്പോൾ ഇന്നലെ ഞാൻ എന്നിട്ട് ഇതിലെങ്ങനെ വന്നിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ചോദിച്ചു, ഇവിടെ ആ പള്ളി എവിടെ പോയി എന്ന് ചോദിച്ചു. ഏടെ പള്ളീൻ്റെ അടുത്താ ഞാനുള്ളത്. ഞാൻ ഇതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, എന്നിട്ടും എനിക്ക് തിരിഞ്ഞിട്ടില്ല. 10 വയ്ക്കുവായാലും 11-ാം തവണ വരുമ്പോൾ നമ്മളേക്കും പിന്നെ ആ മറ്റോടത്തേക്ക് എങ്ങനെ പോയാലും ഏത് റൂട്ടിനാന്ന് നോക്കും. പക്ഷികൾക്ക് പഴക്കൂല. ഇവര് പറഞ്ഞു പക്ഷികളെ കാണണ്ടല്ലോ ഇവിടെ. മറ്റോല് പറഞ്ഞു ഉണ്ടാവൂല. ഇവര് പറഞ്ഞു പോയി നോക്കി. അതിനെന്താ മുടക്ക്? ഒരു പോയി നോക്കിയപ്പോ വെള്ളം ഉണ്ട് അവിടെ. പാത്രമൊക്കെ എടുത്തിട്ട് ഓടിച്ചെന്ന് വെള്ളം മുക്കാൻ പോയപ്പോ ഒരു പെണ്ണോടി വന്നിട്ട് പറഞ്ഞു, വെള്ളം തുടരുത്, വെള്ളം എന്റേതാ. എന്നോട് സമ്മതം ചോദിച്ചോ? നിങ്ങൾ എന്നോട് സമ്മതം ചോദിക്കി.
അപ്പോൾ എനിക്ക് വെള്ളം എടുക്കട്ടെ എന്ന് വെച്ചു. നിങ്ങൾ എനിക്ക് എന്താ തരികയെന്ന് വെച്ചു ഹാജരാബി. ഹാജരാബിക്ക് എന്താ ആവശ്യം? എന്താ ആവശ്യം? നിങ്ങൾ മിണ്ടില്ല. ഹാജരാബിക്ക് എന്താ ആവശ്യം? പൈസ. ഞമ്മക്ക് തിന്നാൻ പറ്റൂലെങ്കിലും കുറേ കെട്ടിക്കണക്കിന് പൈസ ഉണ്ടായാൽ അതിൻ്റെ മേലെ ഇങ്ങനെ കിടക്കാൻ സുഖം. ഹാജരാബിക്ക് പൈസ അല്ല, ഭക്ഷണം ആവശ്യം. അപ്പോൾ ഹാജരാബി എന്നോട് വിളിച്ചു വെള്ളം എടുക്കട്ടെ വെച്ചു. ഓ വെള്ളം എടുത്തോളൂ, നിങ്ങൾ എന്താ എനിക്ക് തരാമെന്ന് വെച്ചു. അപ്പം എന്താ നിങ്ങൾക്ക് ആവശ്യം? എനിക്ക് ഭക്ഷണം വേണം. ഭക്ഷണം ഇല്ല. അവരവരുടെ കയ്യിൽ ഭക്ഷണം കൊടുത്തു. അവർക്ക് പകരം വെള്ളം കിട്ടി. പിന്നെ ആ പ്രദേശത്തു കൂടെ പോകുന്ന ഏതു രാജ്യത്തെ യാത്രക്കാരാണെങ്കിലും ഓലൊക്കെ മക്കത്ത് വെള്ളം എടുക്കാൻ വരാൻ തുടങ്ങി. അപ്പോൾ എല്ലാ രാജ്യങ്ങളുടെ ഭക്ഷണവും മക്കത്ത് അല്ലാഹു എത്തിച്ചു കൊടുത്തു. ഒരു പുൽക്കൊടി പോലും മുളക്കാത്ത മക്കയിൽ ഇന്നും ലോകത്തെ 200 ചില്ലാനം രാഷ്ട്രങ്ങളിലെ ഭക്ഷണവും കിട്ടുന്ന നാടിന്റെ പേര് ഒരു പുൽക്കൊടി പോലും മുളക്കാത്ത മക്ക എന്നാണ്. ഇബ്രാഹിം നബിന്റെ ദുആയാണ് ഫജ്അൽ അഫ്ഇദതം മിനന്നാസി തഹ്വി ഇലൈഹി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നും പറയില്ല. റമദാന് വരുന്ന റമദാൻ നന്നായി ഉപയോഗപ്പെടുത്തിക്കോളും. മക്കളില്ലാത്തവരൊക്കെയല്ലേ നല്ല ദ്വാരക്ക റബ്ബിനോട് അങ്ങനൊന്ന് പറഞ്ഞു നോക്കിയാണെങ്കിൽ. പണ്ടൊരു പെണ്ണുങ്ങൾ എന്നോട് ഉസ്താദേ എനിക്ക് ദ്വാരക്കാൻ അറിയില്ല, അപ്പം നിങ്ങളൊന്ന് ദ്വാരക്കുന്നാണ് മക്കത്ത് നിന്ന് എന്നോട് പറഞ്ഞേ. ഞാൻ എന്തേന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു എൻ്റെ പുതിയാപ്പൾക്ക് സുഖമില്ല, എൻ്റെ ഭർത്താവിന് സുഖമില്ല, സുഖാൻ ദ്വാരക്കണം. പിന്നെയെന്ന് വെച്ചു എന്നോട് ഞാൻ 3ാമത്തെ പുതിയാപ്പള കച്ചവടം തുടങ്ങിയിട്ട് വലിയ നഷ്ടത്തിലാണ് ഗൾഫിൽ, ഒന്ന് ശരിയാൻ ദ്വാരക്കണം. പിന്നെയെന്ന് വെച്ചു എന്നോട് ഞാൻ 2ാമത്തെ പുതിയാപ്പള ഓനൊരു കിതാ കളിയാണ്. കിതാ മലയാളത്തിൽ ആ പെണ്ണുങ്ങൾ പറഞ്ഞ ഓനും ഒരു എന്താ നമ്മൾ മലയാളത്തിൽ പറയല് എന്താ അങ്ങക്കാണോ അതിൻ്റെ ഭാഷയൊക്കെ തിരിയാ നമുക്കൊക്കെ ഓനൊരു തരികിട കളിയാണ്. ഒരു കിതാ ഒരു തരികിടയാണ് ഓന്. ആളൊരു സുഖല്യ എടുത്തു കുടുങ്ങി പോയിട്ടുണ്ട്. ഉസ്താദേ അവൻ്റെ സ്വഭാവം നന്നാൻ ദ്വാരക്കണം. അപ്പൊ ഞാൻ ഈ പെണ്ണുങ്ങളോട് പറഞ്ഞു, നിങ്ങളിപ്പോ എന്നോട് പറഞ്ഞില്ലേ അതേമാതിരി അള്ളാഹിനോട് പറഞ്ഞാൽ അതേപോലെ ഏത് ഭാഷയും അള്ളാഹു സ്വീകരിക്കൂല. അറബി തന്നെ വേണമെന്നുണ്ടോ? ഇല്ല. കണ്ണുനീരൊലിപ്പിച്ച് റബ്ബിനോട് പറയണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്നലെ ദാരിമി ഉസ്താദ് റമദാന്റെ മുന്നൊരുക്കം പറഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. റമദാൻ പഠിപ്പിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിലൊന്നേറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥനയാണ്. ദുആയോടുകൂടെ തൗബയോടുകൂടെ റമദാനിലേക്ക് കിടക്കാൻ ഞാൻ അവസാനിപ്പിക്കുന്നു. ഒറ്റ കാര്യം കൂടെ ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയാം. റമദാനാണ് വരുന്നത്. അല്ലാഹു തആല ഈ റമദാനിലെ പ്രത്യേക രാത്രിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ രാത്രിക്ക് അല്ലാഹു പേരിട്ടത് ലൈലത്തുൽ ഖദർ എന്നാണ്. അല്ലാഹുവിന്റെ പേരാണ്. അല്ലാഹു തആല ഈ രാവിനെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രം ഒരധ്യായം ഇറക്കിയിട്ടുണ്ടല്ലോ. ഒരധ്യായം ഖുർആനിൽ 114 അധ്യായങ്ങളിൽ ഒരധ്യായം ലൈലത്തുൽ ഖദർ വിഷയം. സാധാരണ ഖുർആന്റെ ശൈലി എങ്ങനെ ഇറങ്ങല്? ഒരധ്യായത്തിൽ ഒന്നിലേറെ വിഷയം അല്ലാഹു പറയും. എന്നാൽ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞ സൂറത്തിൽ ലൈലത്തുൽ ഖദർ അല്ലാതെ ഒരൊറ്റ വിഷയവും അല്ലാഹു പറഞ്ഞിട്ടില്ല. അല്ലാഹു തആല പറയാം, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. അല്ലാഹു പറയാ ലൈലത്തുൽ ഖദർ എന്നാൽ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമാണ്. അപ്പം 1000 × 30 എത്ര? 1000 × 30 1000 × 30 30,000. മുഹമ്മദ് നേരത്തെ ഇവിടെ കൂട്ടിയില്ലേ 150 ആൾക്കാർക്ക് 150 മുസല്ല കാർപ്പറ്റിന് 180 × 1100 എന്നാ മൂപ്പര് കൂട്ടി. 1100 എന്നല്ല പറഞ്ഞേ, 180 × 1100 എന്നാ മൂപ്പര് പറഞ്ഞു. അള്ളാഹു പറയുന്നത് 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠം. 1000 × 30 എന്ന 30,000. 30,000 രാവുകളെക്കാൾ ശ്രേഷ്ഠമായ ഒരൊറ്റ രാവ്, അതാണ് ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലൊരു പ്രത്യേകത എന്താ അറിയോ? അള്ളാഹുവിന്റെ റഹ്മത്ത് ഇങ്ങനെ അള്ളാഹു തആല വാരിക്കോരി ചൊരിഞ്ഞു കൊടുക്കും. ലൈലത്തുൽ ഖദറിൽ വാരിക്കോരി ചൊരിയുന്ന എല്ലാവർക്കും അള്ളാഹു തആല പുറത്തു കൊടുക്കും. പുറത്തു കൊടുക്കാത്ത ഒരാളുണ്ടാവില്ല, ഒരു മുസ്ലിം ഉണ്ടാവില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുന്ന രാവാണ്. ആലിമീങ്ങൾ രേഖപ്പെടുത്താണ് അള്ളാഹു റഹ്മത്ത് ഇങ്ങനെ വാരിക്കോരി ചൊരിഞ്ഞു കൊടുക്കും. എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കും. ആ രാവിലും അള്ളാഹു പുറത്തു കൊടുക്കാത്ത റമദാന്റെ എല്ലാ രാവും മാതിരിയല്ല.
റമളാനിന്റെ എല്ലാ രാവുകളെയും പോലെയല്ല ലൈലത്തുൽ ഖദർ. അത്രമാത്രം അല്ലാഹു റഹ്മത്ത് വാരിക്കോരി ചൊരിയുന്ന രാവാണ്. അതിലും അല്ലാഹു പുറത്തു കൊടുക്കാത്ത 4 വിഭാഗമുണ്ട്. അതിൽ ഒന്ന് അഖുൽ വാലിദൈൻ, വാപ്പാനിമ്മാനും വെറുപ്പിച്ചോനാണ്. ഒറ്റ വാക്കിൽ ഞാൻ പറയാം, അവസാനിപ്പിക്കാം. തെറ്റിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാപ്പനോടോ അമ്മനോടോ പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ നന്നാവണം. ഉസ്താദെ വാപ്പ എനിക്ക് 10 സെന്റ് തരാന്ന് പറഞ്ഞു, ഇതുവരെ തന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തത്. അത് വേറെ, ഇത് വേറെ. വാപ്പയോട് ഉമ്മയോട് പിണങ്ങി നിൽക്കുന്നവരെന്നെ നന്നാവണം. ഒന്ന്, അവരെ വെറുപ്പിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പൊരുത്തം വാങ്ങണം. ഇനി ആ അവസ്ഥയിൽ വാപ്പയമ്മ മരിച്ചു പോയിട്ടുണ്ടോ? ഈ വെള്ളിയാഴ്ച വരാൻ പോവല്ലേ, വെള്ളിയാഴ്ച കാത്തുക്കണം. ഞാൻ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞോളൂ, റമദാന്റെ തൊട്ടുമുള്ള വെള്ളിയാഴ്ച. എല്ലാവരും അവനവൻ്റെ വാപ്പാൻ്റെ ഇമ്മാൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് വിങ്ങി പൊട്ടി തേങ്ങി കരഞ്ഞവർക്ക് ദുആ ചെയ്യണം. വാപ്പാൻ്റെ ഇമ്മാൻ്റെ പൊരുത്തം കിട്ടാതെ ഒരു റമദാനും നമ്മൾ കുത്തി മറിഞ്ഞിട്ട് കാര്യമില്ല. ആരെങ്കിലും ഉണ്ടോ? നന്നാവണം. അതേപോലെ മുദ്മിനു ഖംറിൻ, കള്ള് കുടിക്കുന്ന ആളുകൾ. കള്ള് എന്ന് പറഞ്ഞാൽ ബ്രാൻഡിന്ന് മാത്രമല്ല, ഇതെല്ലാം പെടും. മറ്റേ ആനസ് പെടും, മറ്റേ സാധനങ്ങളൊക്കെ അല്ലേ പുതിയ എന്തൊക്കെ നമുക്ക് ഒന്ന് പറഞ്ഞാണ്. നിങ്ങൾക്കല്ലേ കുട്ടികളെ അതൊക്കെ ജയിലൊക്കെ തിരിയാ. അങ്ങനെ ഈ മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിക്കുന്ന അല്ലാഹു തആല നല്ല ബുദ്ധി തന്നിട്ട് നല്ല ബുദ്ധിയും കാര്യമൊക്കെ കൊടുത്തിട്ട് ഓനിങ്ങനെ അന്തം വിട്ടോണ്ട മാതിരി ഇങ്ങനെ നോക്കിക്കോ ഓനെ ആകാശത്തേക്ക്. അപ്പോൾ ആരോ പറഞ്ഞു ഓന് ലൗഹുൽ മഹ്ഫൂദൊക്കെ നോക്കുകയാണ്. ലൗഹുൽ മഹ്ഫൂദ് നോക്കുകയല്ല, ഓനിപ്പോൾ പല കോലത്തിൽ സ്റ്റിക്കർ ഒട്ടിക്കല്, ചെറിൻ്റെ ചൂട്ടിൽ ഒട്ടിക്കല്, കയ്യിൻ്റെ വിരലുമ്പോൾ മുറിയൊക്കെ ഒട്ടിക്കല്, ഇങ്ങനൊക്കെ ഉണ്ട്. ഉമ്മാക്ക് കണ്ടാൽ തോന്നാ ഓനിതെന്തോ മുറിയായിട്ട് ബാൻഡേജ് ചുറ്റിയതാണെന്ന്. വേറെ ചില സംഗതി ഉണ്ട്, സ്പ്രേ മൂക്കിൽ കണ്ട് അടിച്ചു കൊടുത്താൽ മതി, പിന്നെ ഓൻ്റെ നോട്ടം പോയവൻ ലൗഹുൽ മഹ്ഫൂദൊക്കെ. അല്ലാഹു തആല തന്ന ബുദ്ധി നശിപ്പിക്കുക. മുദ്മിനു ഖംറിൻ, അങ്ങനത്തെ ആളുകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കും. കുടുംബബന്ധം മുറിച്ചാൽക്കും അല്ലാഹു പുറത്തു കൊടുക്കില്ല. എല്ലാവരോടും ഞാൻ പറയാം, വാപ്പന്റെ കുടുംബത്തിലോ ഉമ്മന്റെ കുടുംബത്തിലോ ഭാര്യന്റെ കുടുംബത്തിലോ അയൽപക്കത്തോ ചങ്ങാതിമാർ ആരോടെങ്കിലും അസ്വസ്ഥതകളോ അകൽച്ചയോ ഉണ്ടെങ്കിൽ നന്നാവണം. അടുത്ത് ഈ കൊല്ലത്തെ റമദാൻ കഴിഞ്ഞ് ഇഞ്ഞൊരു റമദാൻ നമുക്ക് കിട്ടുന്നൊന്നും ആരും വിചാരിക്കണ്ട. അങ്ങനെ വിചാരിച്ച പലരും മണ്ണിൻ്റെ അടിയിലാണ്. ഈ റമദാൻ കൃത്യമായി ഉപയോഗപ്പെടുത്തണം. നാലാമത്തത് ശരീരത്തിൽ ചായം പൂശുന്ന പെണ്ണുങ്ങൾ, അതേപോലെ പുരുഷന്മാർ. ചില കുട്ടികളൊക്കെ മുടി ഉണ്ടില്ലെങ്കിൽ എല്ലായിടത്തും കറുപ്പ, ഇവിടെ മാത്രം അങ്ങനെ ഈ പശുക്കുട്ടിൻ്റെ വാലിൻ്റെ മാതിരി. ചില പശുക്കുട്ടി ഉണ്ടില്ലെങ്കിൽ പശുക്കുട്ടി ചോപ്പ, പക്ഷെ വാലിൻ്റെ മാത്രം അവിടെ കാണൊരു വെളുപ്പ്. ഞാൻ മോളേജി ഞാനെന്തൊരു പേരൊക്കെ ഉണ്ട്, പശുവിനെ വളർത്തുന്നവർക്ക് തിരിയുള്ളൂ. അതേപോലെ ചില സ്ത്രീകളുണ്ട്, പെൺകുട്ടികളുണ്ട്, കൈയിന്റെ നഖങ്ങളിൽ ചായം, ചുണ്ടുകളിൽ ചായം, കവിളിൽ ചായം, മുടിയിൽ ചായം. അല്ലാഹു തആല റഹ്മത്ത് വാരിക്കോരി ചൊരിയുന്ന പരിശുദ്ധമായ രാവിൽ പോലും അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടവരായിരിക്കും അവർ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ.